എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, 16 പോയിൻ്റാണ് മാർക്കറ്റിൽ ഡൗൺ വന്നിരിക്കുന്നത്. അതായത് ഡൗൺ സൈഡിലൊരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട് 94. അപ്പോൾ ആ ഭാഗത്തേക്കാണ് കൺസോൾട്ടേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് നിലവിൽ 15 മിനിറ്റ്സിൽ ഡൗൺ സൈഡ് തന്നെയാണ്. അത് എത്രത്തോളം കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് നമുക്ക് നോക്കാം. 25,388 ഒരു സപ്പോർട്ടിംഗ് സോൺ. ആ സപ്പോർട്ടിംഗ് സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഡൗണിലേക്ക് പോകുള്ളൂ. അതിൻ്റെ താഴെ 25,366 ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. അതിൻ്റെ താഴെ 25,342 ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. ഇത്രയും 3 ഏരിയാസ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോകുള്ളൂ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് 25,388 എന്നുള്ള ലൈൻ, 25,365 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ, അതിനുശേഷം 25,343 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈൻ. ഇപ്പോൾ 5 മിനിറ്റ്സിൽ RSI താഴെയാണ് നിലവിൽ നിൽക്കുന്നത്. 15 മിനിറ്റ്സിലും ഡൗൺ സൈഡാണ്. 30 മിനിറ്റിൽ ഒരു അലർട്ട് വന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ കേസ് 1 ഹവറിൽ SMA താഴെയാണ്. അതേപോലെ തന്നെ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ടോട്ടലി നിൽക്കുമ്പോൾ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ പിയുടെ സ്ട്രൈക്ക് വന്നിട്ട് 25,600 തന്നെ നോക്കിയാൽ മതി. പി 25,600 നോക്കാം. സി വന്നിട്ട് 25,300 തന്നെ മതി. RSI പീക്ക് അനുകൂലമായിട്ടാണ് 2 മിനിറ്റിൻ്റെ RSI നിൽക്കുന്നത്. അപ്പോൾ അത് ക്രോസ് ഓവർ ആവാതെ നമുക്ക് അത് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യൽ ഇപ്പോൾ നടക്കുകയില്ല. അപ്പോൾ അതിൻ്റെ പിയുടെ ടാർഗറ്റുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 212 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ.
219 ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് നേരെ ഓപ്പണായി പോകുന്നതേ കൺസോൾട്ടേഷൻ സോണിട്ടാണ് മാർക്കറ്റ് ഓപ്പണായി പോകുന്നത്. ആ 219 കൺസോൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 225 ഭാഗത്ത് ഒരു ടാർഗറ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് 235 പിന്നെ ഉള്ളത് 255. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 255, 235, 225 അവിടെ ഉണ്ട് ഒരെണ്ണം. അത് ഇത്തിരി സ്ട്രോങ് ആണ്. 225 എന്നുള്ള ലെവല് ഒരു ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്. ഇപ്പം സപ്പോർട്ട് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 207 അല്ലെങ്കിൽ 205, 207 അതാണ് ഫസ്റ്റ് നമ്മളുടെ സപ്പോർട്ട്. അതിനുശേഷം പിന്നെ 195 അടുത്ത സപ്പോർട്ട്. അവിടെ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്ക് പോകും. മെയിനായിട്ടുള്ള രണ്ട് സപ്പോർട്ട് 195ഉം 207 ടാർഗറ്റ് 225, 235, 253. പിന്നെയും ബ്രേക്ക് ചെയ്ത് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സിയുടെ സപ്പോർട്ട് നമുക്ക് ഏതാണെന്ന് നോക്കിയാൽ 161 സപ്പോർട്ടുണ്ട്. പിന്നെ 155 സപ്പോർട്ട്. പിന്നെയുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 138 ഉള്ളൂ. ഇതിനിടയ്ക്ക് എവിടെന്നെങ്കിലും തിരിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് RSI നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 168, 155, 138 സപ്പോർട്ട് എടുക്കുമ്പോൾ മാത്രം നമ്മൾ സീനെ പറ്റി ആലോചിച്ചാൽ മതി. അപ്പോൾ ആ സമയത്ത് അതായിട്ടുള്ള ടാർഗറ്റുകൾ നമുക്ക് ആ സമയത്ത് അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം. സമയം 9:13 ആയിട്ടുള്ളൂ. സമയമുണ്ട്. 9:14. ഈ പിയുടെ RSI ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് നമ്മൾ സീനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ് 225 മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആ 225 താഴത്തോട്ട് വന്നാൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമ്മൾ സീനെ പറ്റി ആലോചിച്ചാൽ മതി. ഗ്യാപ്പ് ഫില്ലിങ്ങിനെ പറ്റി ആലോചിച്ചാൽ മതി. ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ 160 ബ്രേക്ക് ചെയ്താൽ സി 165, 172 ഭാഗത്തേക്ക് പോകത്തുള്ളൂ. 160 ഒരു 62 ബ്രേക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് സി 165 ഭാഗത്തേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മൾ സിയിൽ ചാടിക്കയറി ഒരു എൻട്രി എടുക്കണ്ട. 162, 63 ബ്രേക്ക് ചെയ്താൽ 165 മൂവ്മെൻറ്റ് ഉണ്ടാവും. 165 ബ്രേക്ക് ചെയ്താൽ 172 മൂവ്മെൻറ്റ്. അത് കഴിഞ്ഞാലാണ് മാർക്കറ്റ് 185, 200 ഭാഗത്തേക്ക് പോകത്തുള്ളൂ. പിയുടെ കേസിൽ നമ്മൾ പിയിലാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. 235 ഒരു ഫൈനൽ ടാർഗറ്റ് ആയിട്ടുള്ളത്. 226 ഇപ്പം മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒരു 220 ഇട്ടാലും കുഴപ്പമില്ല. 226 ഇപ്പം നിൽക്കുന്നത്. സ്റ്റോപ്പ് ലോസ് നമുക്കൊരു 220, 6 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ 6 പോയിൻ്റ് നമുക്ക് എവിടെ എടുക്കാം? പിയിൽ സ്റ്റോപ്പ് ലോസ് 220 സ്റ്റോപ്പ് ലോസിന് താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6 പോയിൻ്റ് നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റും? 160 ബ്രേക്ക് ചെയ്താൽ 165, 172 ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് നമുക്ക്
സ്റ്റോപ്പ് ലോസ് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാത്തത്രയും നമ്മുടെ ടാർഗറ്റ് 235 ആണ് പിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ടു 31, 233, 236 മൂവ് ചെയ്യണമെങ്കിൽ നല്ല മൂവ് കിട്ടും. വീക്കർ ഹാൻഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 235 ഇനി ആ 235 സസ്റ്റെയിൻ ചെയ്ത് പോയാൽ പിന്നെ ചെയ്യാനുള്ളത് 240 പിന്നെ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ളൂ. ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ കോൺസെൻട്രേഷൻ ചെയ്തത് 225 മുതൽ നമ്മൾ 6 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് ഇട്ടത്. ആ 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് സിയിൽ പിടിക്കാം എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തത്. നമ്മൾ 235-36 വരെയാണ് ഏകദേശം പ്രതീക്ഷിച്ചത് തന്നെ. അത് കറക്റ്റായിട്ട് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എഗെയിൻ 235 ബ്രേക്ക് ചെയ്താൽ 240 മാർക്കറ്റ് പോകുന്നത്. ആ ഒരു ഗ്യാപ്പ് അവിടെ ഫുൾഫില്ല് ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ടാണ് ആ രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തത്. ഇനി ഇവിടുത്തെ ഗ്യാപ്പ് ഫില്ലിങ് നടക്കുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 162 ബ്രേക്ക് ചെയ്താൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 169 ഭാഗത്തേക്കായിരിക്കും സിയുടെ മൂവ്മെൻറ്റ്. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ക്യാൻഡിലിന് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ SMA താഴെ നിൽക്കുന്നു, ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 162 പറഞ്ഞതിൻ്റെ റീസൺ അത് വരുന്നതിന് മുമ്പേ മാർക്കറ്റ് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാൻഡിൽ ഒരു ഡൗൺ ആണെന്നും പറഞ്ഞ് നമ്മൾ ഉടനെ ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുമ്പും പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് 162 നമ്മൾ ബ്രേക്ക് ചെയ്താൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്താൽ മതി സിയിൽ എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. കാരണം RSI പി സൈഡിലേക്കാണ് നിൽക്കുന്നത്. അതൊരു ക്രോസ് ഓവർ സിംറ്റംസ് തരാതെ നമുക്ക് നോക്കാനായിട്ട് പറ്റില്ല. പിന്നെ കിട്ടണമെങ്കിൽ തന്നെ 162 ബ്രേക്ക് ചെയ്താൽ 169 മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ എഗെയിൻ 235 പിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 240 ഭാഗത്തേക്കൊക്കെ ഒരു 5 പോയിൻറ്റും കൂടെ കിട്ടും. ഓൾറെഡി നമുക്കൊരു 10-11 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ SMA നിൽക്കുന്നതുകൊണ്ട് താഴത്തേക്കായിട്ടുള്ളൊരു വലിവ് വരും. ആ വലിവ് നമുക്ക് കുറച്ച് പോയിൻ്റാക്കി മാറ്റിയെടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ 162 ബ്രേക്ക് ചെയ്തിട്ട് ഗ്യാപ്പ് ഫില്ലാണ് നടന്നേക്കണേ. അത് സ്കിപ്പ് ചെയ്താണ് പോയത്. കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത സമയത്ത് താഴത്തോട്ട് വന്നിട്ട് ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. $169 ടച്ചിങ് പോയിന്റ്. $162 എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റോ 161 ഇട്ട് വെക്കുന്നതാണ് നല്ലത്. ഒരു പോയിൻ്റൊക്കെ
ഇട്ട് വെക്കുന്നതാണല്ലോ. ഭയങ്കര വോൾട്ടാലിറ്റിയാണ് മാർക്കറ്റിൽ. 61 62 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് ആയിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് വെക്കേണ്ടത്. കാരണം മാർക്കറ്റ് ഇപ്പം സിയിലേക്ക് RSI ഡൈവർജൻസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 162 ബ്രേക്ക് ചെയ്ത 169 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞത്. കാരണം അവിടെ ഒരു SMA ഹിറ്റ് ചെയ്യാനുണ്ട്. എന്തുകൊണ്ടാണ് പോകാത്തതെന്ന് വെച്ചാൽ ഈ ഒരു റെഡ് പ്രീവിയസ് ഡോട്ട് ഉണ്ട്. ആ ഡോട്ടിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ 169 എന്നുള്ളത് ഓക്കെ 170 ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാക്സിമം കയറ്റി ട്രെയിൽ ചെയ്ത് വെക്കുക. നമുക്ക് 10 15 19 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 169 പറഞ്ഞത്, 172 വരെ പോയിട്ടുണ്ട്. കാരണം ചെറിയൊരു മൂവ്മെൻറ്റും കൂടെ സിയിൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇവിടെ 207 നിലവിലുള്ള 212 ഒരു തവണ കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 207 പി ഡൗൺ ആവണേ. കാരണം ഇവിടെ ഓൾറെഡി ക്രോസ് ഓവർ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നോക്കിയാൽ മതി. 174 ബ്രേക്ക് ചെയ്താൽ പിന്നെയും കുറച്ച് മുകളിലോട്ട് കൂടെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ 172 കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. അപ്പം അത് നല്ലൊരു ടാർഗറ്റാണ്. 162 10 172. അപ്പം നമ്മുടെ രണ്ട് വ്യൂവും എന്തായാലും നല്ല രീതിയിലുള്ള വ്യൂ ആയിരുന്നു. ഏകദേശം ശരിക്കും പറഞ്ഞ് 21 പോയിന്റ് ഓൾറെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരു മൂവ്മെൻറ്റും കൂടെ ചെറുതായിട്ട് സിയിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം 25,450 ടച്ച് ചെയ്തിട്ടില്ല. 25,450 ടച്ച് ചെയ്യാനുണ്ട്. അതേപോലെ സിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൻ്റെ 5 മിനിറ്റിൽ RSI അപ്പർ സൈഡാണ് നിൽക്കുന്നത്, SMA മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ മൂവ്മെൻറ്റ് ഉണ്ടാവും സിയിൽ. അപ്പോൾ നമ്മുടെ കണക്കും പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 170 72 ബ്രേക്ക് ചെയ്താലാണ് ശരിക്കും 185 ഒരു മൂവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ് നമ്മുടേത് 160 മുതൽ 172 69 72 വരെ ആയിരുന്നു. അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി അത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 185 മാർക്കറ്റ് പോകണം. പിയിൽ നമ്മൾ 230 ബ്രേക്ക് ചെയ്യാതെ ഒരു മൂവ്മെൻറ്റിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. കാരണം 5 മിനിറ്റിലും 2 മിനിറ്റിലും സിക്ക് അനുകൂലമായിട്ടാണ് RSI നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരിത്തിരി വോളിയം ഒരിത്തിരി കൂടുതൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് സെക്കൻഡ് മൂവ്മെൻറ്റിൽ കേട്ടോ. ആദ്യത്തെ മൂവ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇനി അടുത്തത് സെക്കൻഡ് മൂവ്മെൻ്റ് ആണ്. സെക്കൻഡ് മൂവ്മെൻറ്റ് 172 ബ്രേക്ക് ചെയ്താൽ 185 220 ഭാഗത്തേക്കായിരിക്കും. പിയിൽ ഇനിയൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 230 ബ്രേക്ക് ചെയ്യണം. 230 ബ്രേക്ക് ചെയ്താൽ 241 ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. മാർക്കറ്റ് ഇന്നലെ തൊട്ടേ കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കണേ. കഴിഞ്ഞ 3 ദിവസമായിട്ട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ്. ആ സോൺ വിട്ട് പുറത്തു പോകാതെ നമുക്ക് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ നമ്മൾ സ്കാൽപ്പ് ചെയ്തു. അപ്പോൾ ഇന്നലെ അതേ എക്സ്പീരിയൻസ് ആണ് ഇന്നും. ഇന്നലെ നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതേ ക്യാരക്ടറെ മാർക്കറ്റ് കാണിക്കത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ന്യൂട്രൽ ഓപ്പൺ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും രാവിലെ നമ്മൾ സ്കാൽപ്പ് ചെയ്ത് നിർത്തിയത്. നമ്മൾ ലോങ് ഹോൾഡിംഗ് ഉടനെ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഇനി സെക്കൻഡ് മൂവ്മെൻറ്റ് 170 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സിയിലുള്ളൂ. 230 31 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിൽ ഒരു മൂവ്മെൻറ്റ് എന്തായാലും കിട്ടത്തുള്ളൂ.
കാരണം 5 മിനിറ്റിൻ്റെ RSI അപ്പർ സൈഡിലേക്കാണ്. 25,445 ഫ്യൂച്ചർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ CE 25,449 25,452 ഭാഗത്ത് ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുന്നത്. 2 മിനിറ്റിലും RSI അപ്പർ സൈഡാണ്, 5 മിനിറ്റിലും ഫ്യൂച്ചറിൽ അപ്പർ സൈഡാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പിയിൽ 232 കഴിഞ്ഞാൽ മാത്രം നോക്കിയാൽ മതി, അല്ലാതെ നോക്കണ്ട. അറ്റ്ലീസ്റ്റ് ഒരു 231 കഴിഞ്ഞാൽ മാത്രം നമുക്ക് നോക്കിയാൽ മതി പിയിലെന്ന് പറയുന്നത്. കാരണം ഒരു ചാൻസും കൂടെ സിയിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഒരു റിവേഴ്സ് SMA എന്ന് പിയിൽ വന്നത്. നമ്മൾ 230 ഒരു 32.20 ബ്രേക്ക് ചെയ്യാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ 232 ബ്രേക്ക് ചെയ്താൽ 255 മാർക്കറ്റ് മൂവ് ചെയ്യണത്. സിയുടെ കേസിലും ഒരു 170 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. 170 മുതൽ 185 വരെയുള്ള 15 പോയിൻ്റ് ആയിരിക്കും ആദ്യം കിട്ടുന്നത്. അപ്പോൾ അതുവരെ ആ ഒരു മൂവ്മെൻറ്റ് വരെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിവേ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. സിയുടെ RSI 5 മിനിറ്റിൽ അപ്പർ സൈഡ് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ സിയിൽ തന്നെ താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടാർഗറ്റ് ഓൾറെഡി 2 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു 15 പോയിൻറ്റും 12 പോയിൻറ്റും ഇവിടെയും കിട്ടിയിട്ടുണ്ട്, ഒരു 10 പോയിൻറ്റ്. ടോട്ടൽ 21 പോയിൻറ്റ് ഓൾറെഡി നമുക്ക് ആയിട്ടുണ്ട്. ഇനി അടുത്ത മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. അത് 170 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 172 170യും 72യും കൂടെ ബ്രേക്ക് ചെയ്താൽ, കാരണം പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ വിക്ക് ഇട്ടിട്ടാണ് പോയിരിക്കണം 174. അപ്പോൾ ആ ഭാഗത്തേക്ക് ഞാൻ തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് ആ പറയുന്നതിനർത്ഥം. അതാണ് നമ്മൾ പറഞ്ഞത് പിയിലേക്ക് നമുക്ക് താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ 232 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. സിയിൽ തന്നെ കുറച്ചും കൂടെ മൂവ്മെൻറ്റ് വരാനായിട്ടുണ്ട്. അത് 1 അവറിലാണെങ്കിലും 30 മിനിറ്റിലാണെങ്കിലും 25,450 ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിൽപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഒറ്റ കേസ് കൊണ്ട് മാത്രമാണ് നമ്മൾ കുറച്ചും കൂടെ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. പക്ഷേ ഹൈ വോൾട്ടാലിറ്റി ആണെന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. കാരണം പ്രീവിയസ് ക്യാൻഡലിൻ്റെ മാർക്കറ്റ് പോയി നിന്നതേ 178, പിന്നെ 6 പോയിൻ്റ് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഫില്ലിംഗ് ഉണ്ട്. നൂറ്റി 184.5 അതൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ പോയിൻ്റാണ്. 184 183.5. കാരണം 185 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് എത്തേണ്ട സ്ഥലമെന്ന് പറഞ്ഞാൽ 198. 185 ബ്രേക്ക് ചെയ്താൽ വാതിൽ തുറന്നു കൊടുത്താൽ പിന്നെ 198 വരെ മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് മാർക്കറ്റ് പരമാവധി ശ്രമിക്കും. 183.80 വരെ വന്നിട്ടുണ്ട്. അത് മിക്കപ്പോഴും അങ്ങനെ ഒരു സെനാരിയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിലുണ്ടാവിടെ. 25,465 റെസിസ്റ്റൻ്റ് ഉണ്ട്. 30 മിനിറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് 183.5 വരെ പോയിട്ടുള്ളൂ. നമ്മളെപ്പോഴും വീഡിയോയിൽ പറയുന്നത് ഒരു 2 പോയിൻ്റ്
ഇങ്ങനെയുള്ള പർട്ടിക്കുലർ ടൈമിൽ നമ്മളൊന്ന് കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കണം. 2 പോയിന്റിന് വേണ്ടി നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ കിട്ടും, പക്ഷെ നമ്മൾ ഒരു അഡ്വാൻസ് പ്രിക്കോഷൻ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, 183 അല്ലെങ്കിൽ 183.5 4.5 ബ്രേക്ക് ചെയ്താൽ പിന്നെ സ്മൂത്തായിട്ട് അങ്ങ് പൊക്കോളും. അവിടെ നമുക്കൊരു 100% എന്താണ് അവിടെ 185 ടച്ച് ചെയ്യൂ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. മുമ്പും പലതവണ എനിക്ക് അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ ഹിറ്റ് ചെയ്തിട്ട് ഒരു 2 പോയിന്റ് താഴത്ത് വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവും. എന്നിട്ട് പിന്നെ പോകും, കറങ്ങി തിരിഞ്ഞ് അടുത്ത ബ്രേക്ക് ഔട്ടിലായിരിക്കും പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത്. മെജോറിറ്റി ടൈമും അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഒരു 70% ടൈമും അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നെ ഹൈ വോളിയം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ കേസ് ഫ്യൂച്ചറിൻ്റെ 5 മിനിറ്റ് ചാർട്ടിൽ നോക്കട്ടെ, എന്താ ബ്രേക്ക് ചെയ്തു 186 വരെ പോയിട്ടുള്ളൂ. $25,445 ഓൾറെഡി ഫ്യൂച്ചറിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ 25,446 കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ബിഗ് മൂവ്മെൻറ്റ് ചെറുതായിട്ടൊരു വിക്ക് കൂടെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഫ്യൂച്ചർ 25,465 ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം അത് ഒരു എന്താ പറയണേ, കൺസോളേഷൻ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. നമ്മൾ പ്രതീക്ഷിച്ചതും അത്ര മാത്രമേ ഉള്ളൂ. 185 വരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പം എന്തായാലും ആ ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഇനി അടുത്ത 1-2 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 5 മിനിറ്റിന് RSI അപ്പർ സൈഡിലാണ് നിൽക്കുന്നത്, 2 മിനിറ്റും അപ്പർ സൈഡാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാതെ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് പോയതും തിരിച്ചു വരാനുള്ള സിംറ്റംസ് ഓൾറെഡി അവിടെ കാണിച്ചത് കൊണ്ടാണ് നമ്മളത് തന്നെ കോൺസെൻട്രേഷൻ ചെയ്തത്. അപ്പം ട്രെയിൽ ചെയ്ത് വെച്ചാലും വിഷയമില്ല. RSI ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് തീരുമാനിക്കും അടുത്ത ഡയറക്ഷൻ ഏത് ലെവലിലേക്ക് പോകണമെന്നുള്ള കാര്യം. പിന്നെ സെക്കൻഡ് ചാൻസ് എന്താ പറയണ്ടേ, 195 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ ഡൗൺ ഉള്ളൂ. അപ്പം എനിവേ ടാർഗറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ ഹിറ്റായിട്ടുണ്ട്. നമ്മൾ 160 തുടങ്ങിയതാണ്, 60, 85, 25 പോയിൻ്റാണ് 2-3 ട്രിപ്പായിട്ട് എടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എനിവേ ലൈവ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എനിവേ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമ്മൾ അതിനുശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു മൂവ്മെൻറ്റ് 185 നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 200, 220 ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അതേപോലെ പിയിൽ 224 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ പ്ലാനിങ് ഏതാണ്ടൊക്കെ നടന്നു. RSIയുടെ ക്രോസ് ഓവർ കിട്ടി, സിയിലേക്ക് ക്രോസ് ഓവർ കിട്ടി. 185 മുതൽ 220 വരെ, അതായത് 45 പോയിൻ്റ് നമ്മൾ വരച്ചിട്ട വര 220 ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇതിൻ്റെ ഹൈ പോയിരിക്കുന്നത് 220.50 ആണ് ഹൈ പോയിരിക്കണത്. ഇനി 220 ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും മാർക്കറ്റിൽ അടുത്ത മൂവ്മെൻ്റ് ഉള്ളത്. ഇനിയിപ്പോൾ പിയിലേക്കൊരു മൂവ്മെൻറ്റും കൂടെ കൃത്യമായിട്ട് കിട്ടാനുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഹൈ 193, 190, ചെറിയൊരു വിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ ഞാൻ വീഡിയോ പോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇതിൻ്റെ കൂടെ മൂവ്മെൻറ്റ് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 45 പോയിൻ്റ് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ RSI 2 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ അല്ലെങ്കിൽ ഒരു സൈൻ ചെയ്യുന്നത് വരെ ട്രെയിൽ ചെയ്തൊക്കെ വെച്ചാലും വലിയ വിഷയമില്ല. ഒരു 216 ആ ഭാഗത്തേക്കൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ വിഷയങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് ഇറങ്ങിയാലും ഓൾമോസ്റ്റ് ഡണ്ണാണ് കാര്യങ്ങൾ. അപ്പോൾ എനിവേ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ RSI ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാം. എനിവേ ഓൾ ദി ബെസ്റ്റ്.
ഓക്കെ, ഇത് ഇന്നത്തെ ട്രേഡിൻ്റെ വ്യൂ ആണ്. കാരണം ഇന്ന് മുടക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആളുകൾ വന്നില്ല. രാവിലെ പെട്ടെന്നാണ് തീരുമാനിച്ചത്. മാർക്കറ്റിന് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ട്രേഡിംഗ് ഉണ്ടെന്ന്. ഞാനും ഇന്ന് ഇല്ലെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കുറച്ച് പേരേ ഉണ്ടായുള്ളൂ. കുറച്ച് പേര് ഹോൾഡിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. എനിവേ ഇതാണ് ഇന്നത്തെ വ്യൂ. അപ്പോൾ എനിവേ, ഓൾ ദി ബെസ്റ്റ്.